23ഉം 17ഉം കൂട്ടിയാൽ എത്രയാണ്? 10ാം ക്ലാസ് പരീക്ഷ മൂല്യനിർണ്ണയം നടത്തിയ ഒരു അധ്യാപകന്റെ കണക്കിൽ അത് 30 ആണ്. ഈ കണക്കുകൂട്ടൽ കൊണ്ട് വിഷമത്തിലായത് കണ്ണൂരിലെ ഒരു വിദ്യാർത്ഥിയും. 23ഉം 17ഉം കൂട്ടിയാൽ 30 ആകുമോ? ആകുമെന്നാണ് 10ാം ക്ലാസ് മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകൻ പറയുന്നത്. കടന്നപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ധ്യാൻകൃഷ്ണയ്ക്ക് ലഭിച്ച ഉത്തരക്കടലാസിലാണ് ഈ വിചിത്രമായ കണക്ക്. 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ ധ്യാൻകൃഷ്ണയ്ക്ക് റിസൾട്ട് വന്നപ്പോൾ 9 A+ഉം ഒരേയും. എ ലഭിച്ചതാകട്ടെ ഇഷ്ടവിഷയമായ ബയോളജിക്കും. മകന്റെ സങ്കടം കണ്ട പിതാവ് പുനർമൂല്യനിർണ്ണയത്തിനും മാർക്ക് ലിസ്റ്റിന്റെ കോപ്പിയും ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചു. തപാലിൽ വന്ന ഉത്തരക്കടലാസിന്റെ കോപ്പി കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി. 40 മാർക്കിന് പകരം അധ്യാപകൻ നൽകിയത് 30 മാർക്ക്. A+ തന്നെ കിട്ടിയിട്ടില്ലെങ്കിലും അതിൻ്റെ പേപ്പർ വാങ്ങിയിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നോക്കാമെന്ന്. അങ്ങനെ ഇതിന് പേപ്പറിന് തന്നെ അപേക്ഷ കൊടുത്തു. അപ്പം ഇങ്ങനെ റിവാലുവേഷനിലും കൊടുത്ത് കിട്ടി. അപ്പോഴാണ് ഇത് കണ്ടത്. 40 മാർക്ക് മൊത്തത്തിൽ. പക്ഷേ 23ഉം 17ഉം കൂട്ടി 30 എന്നിട്ടത്. കണക്കുകൂട്ടലിലെ പിഴവാണ് A+ നഷ്ടപ്പെടുത്തിയത്. ഒടുവിൽ ഫുൾ A+ കിട്ടിയെങ്കിലും ഇനി ഒരു വിദ്യാർത്ഥിക്കും ഇത്തരത്തിലുള്ള ഗതികേട് ഉണ്ടാവരുതെന്നാണ് ധ്യാനിന്റെ മാതാപിതാക്കളുടെ പക്ഷം. അതങ്ങനെ തെറ്റുപറ്റേണ്ട ഒരു കാര്യമല്ല. അതിന് ഉള്ളിലത്തെ മാർക്കെല്ലാം കൂട്ടിയിട്ട് 1ഉം 2ഉം അങ്ങനെയുള്ള മാർക്ക് കൂട്ടിയിടുന്നതാണെങ്കിൽ നമുക്ക് വിശ്വസിക്കരുത്. ആർക്കും തെറ്റുപറ്റിപ്പോവും. പക്ഷെ ഇത് പുറത്തന്നെ ഈ 23ഉം 17ഉം കൂടെ കൂട്ടിയിട്ട് അതെങ്ങനെയും നമുക്ക് വിശ്വസിക്കാൻ കണ്ടിട്ട്. പുനർമൂല്യനിർണ്ണയത്തിൽ ഉത്തരക്കടലാസിന്റെ കോപ്പി ആവശ്യപ്പെടുന്നവർ വിരളമാണ്. അധ്യാപകർക്ക് പറ്റിയ പിഴവിൽ എത്ര വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലായിട്ടുണ്ടാകും? മൂല്യനിർണ്ണയത്തിന്റെ സുതാര്യത ഉറപ്പുവരുത്തണമെന്ന് ധ്യാനിന്റെ മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നു. 24 കണ്ണൂർ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.